രാജേഷിൻ്റെ കുടുംബം അനാഥമായി നിൽക്കുകയാണ്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനും സംസ്ഥാനത്തിനുമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ആ പോസ്റ്റിലേക്ക് വരാം. ആദ്യം തന്നെ ഞാൻ രാജേഷിന് ഒരു ജീവൻ രക്ഷിച്ചിട്ട് സ്വന്തം ജീവൻ പണയം വെച്ച രാജേഷിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുവാണ്. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശിന് ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ എല്ലാവരിലും ഈ വീഡിയോ എത്തണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ ആളുകളിലും എത്തത്തുള്ളൂ. കാരണം തുണി ഊരികൾക്ക് അവാർഡ് കൊടുക്കുന്ന ആളുകൾ ഇത് കാണണം. നമുക്കറിയാം, തുണി ഊരി കാണിക്കുന്നതിനും ഈ പറഞ്ഞിട്ടുള്ള ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതിനും എന്തൊക്കെ അവാർഡുകളാണ് നമ്മളെ കേരളത്തിൽ ഓരോ ആളുകൾ വന്ന് ഈ സ്റ്റേജ് കെട്ടി അവരെ വിളിച്ച് കയറ്റിയിട്ട് അവാർഡ് കൊടുക്കുന്ന ആളുകളൊക്കെ ഇത് കാണണം. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ഇതുപോലെ ഒരു യുവാവിന് സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവൻ രക്ഷിച്ച് ഇതുപോലെ ഒരാൾക്ക് അവാർഡ് കൊടുക്കാൻ? അത് ഏത് മേഖല ആയിക്കോട്ടെ. ഇപ്പം നമ്മളെപ്പോലുള്ള ഇൻഫ്ലുവൻസറും മേഖലയിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കുറേ ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ബിരിയാണി വെച്ചതിനും ഈ പറഞ്ഞിട്ടുള്ള നല്ലതുപോലെ കട്ടൻ ചായ ഇട്ടതിനും നാട്ടിലിറങ്ങിയിട്ട് പ്രാങ്ക് ചെയ്യുന്നതിന് ഇതിനൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങളെ കൊണ്ട് സാധിക്കും. എല്ലാ ആളുകളോടുമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല, നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. ഞാനിവിടെ കുറച്ച് 1-2 വീഡിയോസൊക്കെ വെച്ച് തരാം. മാത്രമല്ല, ഇന്ന് എനിക്ക് സന്തോഷം തോന്നിയൊരു വാർത്തയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. രാജേഷിന് സംസ്ഥാന ബഹുമതി നൽകും. നമുക്കറിയാം, സ്വന്തം ജീവൻ പണയം വെച്ച് എല്ലാ വർഷവും മഴക്കെടുതിയിൽ മറ്റുള്ള ജീവനുകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ യുവാവ് എല്ലാ മഴക്കെടുതിയിലും മുൻപന്തിയിലുണ്ടായിരുന്നു. ആ യുവാവിന് ഇന്ന് ജീവൻ നഷ്ടമായേക്കുവാണ്. സ്വന്തം ജീവൻ പണയം വെച്ച് സ്വന്തം ശരീരത്തിൽ കിടന്ന ലൈഫ് ജാക്കറ്റ് ഊരി വേറെ ബിന്നി എന്ന് പറയുന്ന ഒരാൾക്ക് ഊരി കൊടുത്തിട്ടാണ് അയാൾ ഒഴുക്കിലേക്ക് മാഞ്ഞു പോയത്. എന്നാലോചിച്ച് നോക്കി. ഓക്കെ, ഞാനിവിടെ അതുമാത്രമല്ല, ആദ്യമായിട്ട് മുഖ്യമന്ത്രി പൊട്ടിക്കരയുന്ന കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടത്. ഇതുപോലൊരു വിഷയത്തിൽ ഞാനിത് കണ്ടപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം വരെയും മുഖ്യമന്ത്രി വി ഡി സതീശനെ ബിരിയാണി തിന്നു, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്യുന്ന ആളുകൾ, കുറ്റം പറഞ്ഞ ആളുകൾ, എന്തുകൊണ്ടേ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല? ഇതിനൊന്നും നിങ്ങൾ സംസാരിക്കണ്ട. ഇതിനൊന്നും നിങ്ങൾക്ക് സംസാരിക്കണ്ട അല്ലേ? മാത്രമല്ല, ഈ രാജേഷിൻ്റെ വീട് പണി പൂർത്തിയാക്കാനൊക്കെയുള്ള നടപടി വരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. രാജേഷിന് സംസ്ഥാന ബഹുമതി നൽകുമെന്ന് വരെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ആർക്കും കാണണ്ട. ഞാൻ ഉള്ള കാര്യം, ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നല്ലത് ചെയ്യുവാണെങ്കിൽ നല്ലത് ഞാൻ പറയും, മോശം കാണിക്കുവാണെങ്കിൽ അത് മോശം എന്ന് തന്നെ ഞാൻ പറയും. അല്ലാതെ ഒരു പ്രസ്ഥാനത്തിലും മാത്രം ഈ പറഞ്ഞിട്ടുള്ള അട്ടിയിട്ട് കിടന്നിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് അവർ ചെയ്യുന്നത് മാത്രമാണ് നല്ല കാര്യമെന്ന് ഞാൻ സംസാരിക്കത്തില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നല്ലത് ചെയ്യുവാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുമോ. അത് മോശം ചെയ്യുവാണെങ്കിൽ, ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത, ജനങ്ങൾക്കെതിരെ നിൽക്കുവാണെങ്കിൽ അതിനെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം രാജേഷുമായിട്ട് ബന്ധപ്പെട്ട്. മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് മുഖ്യമന്ത്രിക്ക് പോലും സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് മുഖ്യമന്ത്രി രാജേഷിന് സംസ്ഥാന അവാർഡ് നൽകുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, സംസ്ഥാന ബഹുമതി. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം ഇതുപോലുള്ള വാർത്തകളാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള തുണി ഉരിച്ച് ആടുന്നതിനും അതിനൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മുൻപന്തിയിൽ അതിനെയൊക്കെയാണ് നമ്മൾ ചേർത്ത് നിർത്തുന്നതും, അതിനെയൊക്കെയാണ് ആദരവ് കൊടുക്കുന്നതും അവാർഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ റീസെൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എത്ര ആളുകൾ ഇതുപോലുള്ള രാജേഷന്മാരെ, ഇതുപോലുള്ള ഒരുപാട് മേഖലകളിൽ, ഈ രാജേഷ് മാത്രമല്ല, ഒരുപാട് ജീവൻ രക്ഷിച്ച് സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുന്ന ഒരുപാട് രാജേഷന്മാരുണ്ട്. ഇവർക്കൊക്കെ എത്ര അവാർഡ് നമ്മളെ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്, എത്ര ബഹുമതി കൊടുത്തിട്ടുണ്ട്, ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇനി അതൊക്കെ മാറണം. തുണി ഉരിക്കുന്ന അവൾമാർക്ക്, തുണി ഉരിച്ച് ആടുന്ന അവൾമാർക്കൊന്നും ഒരു അവാർഡും കൊടുക്കല്ലേ. കല്ലെറിഞ്ഞ് ഒട്ടിക്കണം, അതാണ് വേണ്ടുന്നത്. ഞാനിവിടെ മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലൂർ സ്വദേശി ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് ഇദ്ദേഹം
ഈ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ തണവൽഗണിച്ചാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ജീവൻ്റെ വെളിച്ചം നൽകിയത്. രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ബഹുമതി സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ 2024 തൃശ്ശൂർ ജില്ലയിലുണ്ടായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ട ധനസഹായം ലഭിക്കാൻ ബാക്കിയുള്ള 248 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കാൻ തീരുമാനിച്ചു. പിന്നെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ചെയർപേഴ്സണായിട്ട് റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ അവരെ നിയമിച്ചു. നമ്മൾ വേറെ പുതിയ ചില കാര്യങ്ങൾ അത് മന്ത്രിസഭാ യോഗത്തിലല്ല, 2026-27 സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട വികസന ഫണ്ടിൻ്റെ ഒന്നാം ഗഡു 2029.15 രൂപ നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ സർക്കാർ മൂന്നാം ഗഡു നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾക്കായുള്ള തുക മുനിസിപ്പാലിറ്റികൾക്ക് അടിപൊളി, നല്ലൊരു തീരുമാനം തന്നെയാണ്. നല്ല സന്തോഷം തരുന്ന ഒരു തീരുമാനമാണ്. സംസ്ഥാന ബഹുമതി നൽകും. അതുകൂടാതെ രാജേഷ് എന്ന് പറയുന്ന യുവാവിൻ്റെ ഫാമിലിക്ക് വീട്, അപ്പോൾ പുള്ളിക്ക് പണി പൂർത്തിയാവാൻ ഒരു വീടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. എല്ലാ മഴക്കെടുതിയിലും എല്ലാ ജനങ്ങളെയും ഈ പറഞ്ഞിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഇതുപോലുള്ള ആദരവും ഇതുപോലുള്ള ഈ സഹായങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് കരയുന്ന ടീംസുകൾക്കല്ല, അല്ലെങ്കിൽ കോപ്രായങ്ങൾ കാണിക്കുന്ന ടീംസുകൾക്കല്ല. ഇനി ഞാനിവിടെ മുഖ്യമന്ത്രി ഇവരെ വീട് സന്ദർശിക്കാൻ പോയ സമയത്ത് രാജേഷിന് 2 മക്കളുണ്ട്. അപ്പം അവരെയൊക്കെ സങ്കടങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പുള്ളി പൊട്ടിക്കരയുന്നൊരു വീഡിയോയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മുഖ്യമന്ത്രി, ഞാനുള്ള കാര്യം ഞാൻ പറയാം, ഒരു മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് ഇങ്ങനെ സങ്കടം സഹിക്കാൻ വയ്യാതെ. ഇതിനും അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, ഇത് അഭിനയമെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അവരോടൊക്കെ സത്യം പറഞ്ഞാൽ പറയാനുള്ളത് ഒരു ലോഡ് പുച്ഛം മാത്രമാണ്. മനുഷ്യരാണ്, മനുഷ്യന് ചിരി വരും, സങ്കടം വരും, ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അതാദ്യം മനസ്സിലാക്കണം. ഈ കമൻറ്റ് എഴുതുന്ന ആളുകളോട് കഴിഞ്ഞ ദിവസം വരെ ഈ മുഖ്യമന്ത്രിയെ ഈ പറഞ്ഞിട്ടുള്ള പല കാരണങ്ങളാൽ കല്ലെറിഞ്ഞിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത് മുഖ്യമന്ത്രി ചെയ്ത ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നില്ല? ഓക്കെ, എന്തായാലും ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കാം. കണക്കിന് ആളുകളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജേഷിന് മക്കളെ ആശ്വസിപ്പിക്കാനാവാതെ മുഖ്യമന്ത്രിയും വികാരാധീനനായി. ഒന്ന് പറ നമ്മളകത്ത് കയറില്ലേ?
കണ്ടല്ലേ, കണ്ടില്ലേ, അയാളും ചോരയും നീരൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഈ കുറ്റപ്പെടുത്തുന്ന ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകളോട് എനിക്കതേ പറയാനുള്ളൂ. പുള്ളി ഒരു മനുഷ്യനാണ്. പുള്ളിക്കും ഈ പറഞ്ഞിട്ടുള്ള സങ്കടവും സന്തോഷങ്ങളും എല്ലാം ഉള്ള ഒരു മനുഷ്യനാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാജേഷിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെ രക്ഷിച്ചിട്ടാണ് രാജേഷ് ലൈഫ് ജാക്കറ്റ്, സ്വന്തം ലൈഫ് ജാക്കറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു സിറ്റുവേഷനിൽ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി കൊടുക്കണമെങ്കിൽ ആ വ്യക്തിയെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ, സല്യൂട്ട് അടിച്ചേ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ജീവൻ ഭീഷണിയാവുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇട്ടേക്കുന്ന ലൈഫ് ജാക്കറ്റ് ഊരി വേറൊരാളെ ജീവൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഒരു ചിന്തയുണ്ടല്ലോ, സമ്മതിച്ചേ പറ്റും. അതാണ് പറയുന്നത്, ഒരു ബിഗ് സല്യൂട്ട് ഞാൻ ആദ്യം തന്നെ കൊടുക്കണം ഈ രാജേഷിന്. ഞാൻ ആ ഒരു അവിടുത്തെ സ്ഥലത്തെ MLA പറയുന്നത് ഒന്ന് ഞാൻ വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ജാക്കറ്റ് ഊരിക്കൊടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തിയതിന് ശേഷം തിരിച്ച് നീന്തി കടക്കവെയാണ് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത്. ബെന്നിയെപ്പോലെ ഈ രാജേഷ് ജീവിച്ചിരുന്നെങ്കിൽ ബെന്നിയെപ്പോലെ എത്ര ജീവനുകൾ ഈ ഭാവിയിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളതിനാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും വേദനയും നടുക്കവും ഉണ്ടാക്കിയ ഒരു സംഭവമാണ് രാജേഷിൻ്റെ മരണം. കാരണം എവിടെ ഒരു ദുരന്തം ഉണ്ടായിരുന്നാലും രക്ഷാപ്രവർത്തനം നടത്താൻ, അതിൻ്റെ ഏത് സ്ഥലമാണെന്നോ ആരൊക്കെയാണ് ദുരന്തത്തിനിരയായതെന്നോ നോക്കാതെ പോകുന്നയാളാണ്. 2018 പ്രളയത്തിൽ ഇവിടെ നിന്ന് ചെറുപ്പക്കാരുമായി പോയി സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ ലോറി മണ്ണിനടിയിലായി, ആ സംഭവത്തിലും അദ്ദേഹം ഇവിടെ നിന്ന് പോയി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. ഇവിടെ ഒരു ജീവൻ മുങ്ങിത്താഴ്ന്നു എന്ന് കണ്ട് നദിയിലേക്ക് ചാടി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തിയതിന് ശേഷം തിരിച്ച് നീന്തി കടക്കവെയാണ് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത്. ബെന്നിയെപ്പോലെ ഈ രാജേഷ് ജീവിച്ചിരുന്നെങ്കിൽ ബെന്നിയെപ്പോലെ എത്ര ജീവനുകൾ ഈ ഭാവിയിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളതിനാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായും രാജേഷിൻ്റെ കുടുംബം അനാഥമായി നിൽക്കുകയാണ്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനും സംസ്ഥാനത്തിനുമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിളിച്ച് തിരക്കിയിരുന്നു. ഔദ്യോഗിക ബഹുമതിയോടുകൂടി രാജേഷിൻ്റെ ഈ ധീരനായ പോരാളി, അനേകം ജീവനുകൾ രക്ഷിച്ച ഈ ധീരനായ പോരാളി ശ്രീ രാജേഷിന് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇന്ന് ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരിക്കും ചടങ്ങുകൾ നടക്കുക. ഈ വീടുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ജപ്തിയിലാണെന്നൊക്കെ. ആ കാര്യങ്ങളെല്ലാം തീർച്ചയായും ഗവൺമെന്റ് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ സമയത്തിനുള്ളിൽ താൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം എന്തായിരുന്നാലും ഈ വീട് സന്ദർശിക്കുന്നതാണ്. മന്ത്രിമാരും ഇവിടെ എന്തായാലും ആ കുടുംബത്തിന് അർഹതപ്പെട്ട സഹായവും അർഹതപ്പെട്ട അംഗീകാരവും ആ യുവാവിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകളെ ആയിരിക്കണം ആദരിക്കേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള ബഹുമതികൾ നൽകേണ്ടത്, അല്ലാതെ തുണി ഉരിച്ച് ആടുന്ന ആളുകളെയല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ ഒരിക്കലും ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് കുറേ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കാണുകയും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എന്തായാലും ഒരു 10 പേരിലെങ്കിലും എത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളിലേക്ക് എത്തുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല ആളുകളുടെയും ചിന്തയിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. ചിലപ്പോൾ ഇതൊന്നും കാണാത്ത ഒരുപാട് ആളുകൾ കാണും.
ഈ ഒരു ന്യൂസും ഈ ഒരു വാർത്തയൊക്കെ കാണാത്ത ഒരുപാട് ആളുകളാണ്. ഇതിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പോലും ആളുകൾ അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 പേരിലേക്ക് എത്തണമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം, ഈ മുഖ്യമന്ത്രി കൊടുത്ത ബഹുമതിയും രാജേഷിന് കൊടുക്കണോ കൊടുക്കണ്ടയോ, അല്ലെങ്കിൽ അതോ തുണി ഉരിച്ച് ആടുന്ന അവന്മാർക്കും അവന്മാർക്കും കൊടുക്കുന്നതാണോ നല്ലതെന്നൊക്കെ ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം, വേറെ വിഷയമായിട്ട് പിന്നെ വരാം.